വാർത്തകളിലേക്കാണ്. അതിദാരുണ വാർത്ത തന്നെയാണ്. ആദ്യം തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി അമിഷ പ്രദീപാണ് ചേരുന്നത്. അമിഷ, എങ്ങനെയാണ് വിവരങ്ങൾ? 2 പേരാണ് ഇന്ന് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ്, അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിനായി കുടിൽ കെട്ടി വനത്തിനുള്ളിൽ കഴിയുകയായിരുന്നു. ഇവരൊരു 4 അംഗ സംഘമായിരുന്നു. ഇതിലെ 2 പേരാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവർക്ക് നേരെ ഇന്നലെയാണ് കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇവർ ചിതറി ഓടുകയാണ് ചെയ്തത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട 2 പേരാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേരെ കാണാനില്ല എന്ന് നാട്ടുകാരോട് വിവരം പറയുകയും അതിനെ തുടർന്ന് ഈ ഒരു വിവരം ലഭിച്ചതിനെ തുടർന്ന് നാട്ടുകാരെല്ലാം നടത്തിയ ഒരു പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത്. ഒരാളുടെ മൃതദേഹം കരയിൽ നിന്നും ഒരാളുടെ മൃതദേഹം പുഴയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. നിരന്തരം കാട്ടാനകളുടെ ഒരു ആക്രമണം ഉണ്ടാവുകയും അതിൽ മനുഷ്യജീവനുകൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിരന്തരം കണ്ടുവരുന്നത്. ഇന്നലെ അതിരപ്പള്ളിയിൽ തന്നെ ഒരു യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് ഇത്തരത്തിലൊരു ആക്രമണം വീണ്ടും ഉണ്ടാവുകയും ഈ ഒരു ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ ഒരു സംഭവത്തിൽ വനം മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ ഒരു സംഭവത്തിൽ വനമന്ത്രിയുടെ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു. വേണ്ടതെല്ലാം ചെയ്യും എന്നുള്ള സ്വാഭാവികമായും അല്ലെങ്കിൽ സ്ഥിരമായും ഉണ്ടാകുന്ന ഒരു പ്രതികരണം തന്നെയാണ്. ആക്രമണം ഉണ്ടാകുന്നതിന് ശേഷം ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടായതിനു ശേഷം ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്യും, കുടുംബത്തിന് വേണ്ട ധനസഹായം നൽകും, അല്ലെങ്കിൽ ഈ ഒരു ആക്രമണം തടയുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം അടിയന്തരമായി ചെയ്യും എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു കാട്ടാന ആക്രമണം യാതൊരു തരത്തിലും കുറയ്ക്കാൻ ഒരു തരത്തിലും കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുക എന്നല്ലാതെ യാതൊരു തരത്തിലും കുറയുന്ന ഒരു സാഹചര്യം നിലവിൽ ഇല്ല എന്ന് വേണം തന്നെ പറയാനായി. ഇപ്പോൾ 2 പേരുടെ ജീവനാണ് കാട്ടാന എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഒരു യുവാവ് ഇന്നലെ അതിരപ്പള്ളിയിൽ തന്നെ ഒരു യുവാവ്, സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു യുവാവ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഇന്ന് തന്നെയാണ് 2 പേരുടെ ജീവൻ കാട്ടാന എടുത്ത ഒരു വാർത്ത നമ്മൾ അറിയുന്നത്. എന്നാൽ ഈ ഒരു സംഭവത്തിൽ വനം മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്വാഭാവികമായും സംഭവിക്കുന്ന പോലെ തന്നെ തുടരണം. ഇപ്പോൾ നമ്മളോടൊപ്പം അതിരപ്പള്ളി പഞ്ചായത്ത് അംഗം കെ റിജേഷ് ചേരുന്നുണ്ട്. ശ്രീ റിജേഷ്, എന്താണ് ഇപ്പോൾ നിലവിലെ അവിടുത്തെ സാഹചര്യം? 2 ദിവസത്തിനുള്ളിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. എന്താണ് ഇപ്പോൾ നിലവിലെ ഈ വാർത്തയെ സംബന്ധിച്ചുള്ള അവിടുത്തെ സാഹചര്യം? 2 പേര് മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ബോഡി ഇപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് നീക്കം ചെയ്യുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഇവര് തേനെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. 2 കുടുംബമാണ് പോയ. 2 കുടുംബത്തിൽ ഒരു സതീഷ് എന്ന് പറഞ്ഞ ഒരാളും അതോടൊപ്പം തന്നെ അംബിക എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് മരണപ്പെട്ടിട്ടുള്ളത്. രവി എന്ന് പറഞ്ഞ ഒരാൾക്ക് കുറച്ച് പരിക്കുണ്ട്. ഒരാള് രക്ഷപ്പെട്ടിട്ടുണ്ട്. റിജേഷ്, ഒരു കാര്യം ചോദിക്കുന്നത്, 2 ദിവസത്തിനിടെ 3 പേരാണ് ഈ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ സ്ഥലത്തെ ക്രമീകരണങ്ങളുടെ പ്രശ്നമാണോ പ്രധാനമായിട്ടും? അല്ലെങ്കിൽ ഈ ആനയെ തടയുന്ന തരത്തിലുള്ള ഫെൻസിങ്ങുകളൊക്കെ അത്ര പ്രാവർത്തികമല്ലേ? അതാണോ ഇത്തരത്തിലുള്ള മരണങ്ങൾ? ഇന്നുണ്ടായ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൂർണ്ണമായിട്ടും വനമേഖലയിലാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെ പിന്നെ ഫെൻസിങ് മറ്റു കാര്യങ്ങൾ അവർ വനവിഭവ ശേഖരണത്തിനായിട്ട് പോയതാണ്. ഇന്നലെ ഉണ്ടായ ആക്രമണം എന്ന് പറയുന്നത് കാർഷിക ഭൂമിയിലാണ്. അവിടുത്തെ ഫെൻസിംഗ് ഒക്കെ താറുമാറായിട്ട് കിടക്കാണ്. ആ ഫെൻസിങ് നവീകരിക്കണമെന്ന് നിരന്തരം മലയാറ്റൂർ DF ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ യോഗം ഉണ്ടായിരുന്നപ്പോഴും അവർ ആ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് അവിടെ കൂടിയ യോഗത്തിന് ശേഷം പിറ്റേ ദിവസമാണ് അവർ കാർഷിക ഭൂമിക്കകത്ത് വെച്ച് സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ സുഹൃത്തിന് ആന കൊന്നത്. അപ്പോൾ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഫെൻസിങ് പൂർണ്ണമായ പ്രവർത്തനം ഇല്ലാതെ ഫെൻസിങ് നശിച്ചു പോയതിന്റെ ഭാഗമായിട്ട് ഇന്നലത്തെ മരണം നമുക്ക് അങ്ങനെ പറയാം. ഇന്ന് പൂർണ്ണമായിട്ടും വനമേഖലയ്ക്ക് അകത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. സംഭവം ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും ഇപ്പോൾ മൃതദേഹങ്ങൾ ഇപ്പോൾ നിലവിലെ നടപടികളൊക്കെ പൂർത്തിയായോ? എന്താണ് ഇനി അങ്ങോട്ടുള്ള നടപടികൾ പൂർത്തിയാക്കാനുള്ളത്? മൃതദേഹം നമ്മളിപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് നീക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളും മറ്റു പോസ്റ്റ്മോർട്ടം നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത് ഈ വന്യജീവികളുടെ സാന്ദ്രത വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിരപ്പള്ളി മേഖലയ്ക്ക് പ്രത്യേകമായൊരു
RRT സംവിധാനം ഉണ്ടെങ്കിലേ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഒരു കുറവ് വരുത്താൻ പറ്റൂ എന്നുള്ളതാണ്. കാളിദാസ് പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫെൻസിങ് കൊണ്ട് മാത്രം അവിടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ വനം മന്ത്രിയുടെ ഒരു പ്രതികരണം എടുത്തു നോക്കുകയാണെങ്കിൽ ഫെൻസിങ് പോലുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുമെന്നാണ് വനം മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ വയനാടിൽ രണ്ടിടങ്ങളിലായി ഫെൻസിങ് സാധ്യമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഈ അതിരപ്പള്ളി മേഖലയിലും ഫെൻസിങ് സാധ്യമാക്കും എന്നാണ് വനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു ഫെൻസിംഗ് കൊണ്ട് മാത്രം ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അംഗം പറഞ്ഞിരിക്കുന്നത്. മറ്റു ഒരു പദ്ധതിയായി ഈ ഒരു മേഖലയിൽ ഇത്തരത്തിലൊരു പദ്ധതിയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് അതിലൊരു കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിരുന്നാലും ഈ ഒരു വിഷയം ഈ ഒരു കാട്ടാനയുടെ ഒരു കൂടുതൽ എണ്ണം കൂടുന്നത് ഒരു പ്രശ്നം തന്നെയായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു കാര്യത്തിൽ കൃത്യമായി വനംവകുപ്പ് ഇടപെടേണ്ട ഒരു ആവശ്യം തന്നെയുണ്ട്. നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് കൃത്യമായി ഇടപെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം എന്ന് തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ അധികൃതരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ സ്ഥിരം പല്ലവി പോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കും എന്ന് പറയുകയല്ലാതെ ഒരു തരത്തിലും ഈ ഒരു ആക്രമണങ്ങൾ കുറയ്ക്കാനായി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നോട്ടൊരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫെൻസിങ് കൊണ്ട് മാത്രം ഇവിടെ ഒരു ആക്രമണം കുറയ്ക്കുക എന്നൊരു കാര്യം നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ഫെൻസിങ് അല്ലാതെ എന്താണ് ഇനി മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു പദ്ധതിയായി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ കൃത്യമായി ഉണ്ടാവേണ്ട ഒരു സാഹചര്യമുണ്ട്. വനംവകുപ്പ് മേധാവിയോട് ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. സ്ഥിരം നടക്കുന്ന പോലെ തന്നെ ഒരു ആക്രമണം ഉണ്ടാവുന്നു, അതിന് റിപ്പോർട്ട് തേടുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ഒരു കാര്യത്തിലും ഇതുവരെയും വനംവകുപ്പ് സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത്. ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം നൽകും എന്നുള്ളത് തന്നെയാണ്. ഇതുപോലെ തന്നെ ഒരു ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നു, അവരുടെ കുടുംബത്തിന് ഒരു ധനസഹായം നൽകുന്നു എന്നുള്ള തരത്തിലെല്ലാം തന്നെയാണ് ഇത് മുന്നോട്ട് പോവുക എങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ എണ്ണം ഒരു തരത്തിലും കുറയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവുന്നില്ല. കൃത്യമായി എന്താണ് ഇവിടെ നടക്കുന്ന പ്രശ്നം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആക്രമണങ്ങൾ കൂടുന്നു, അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളെ ചെറുക്കാൻ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് കൃത്യമായൊരു ഇടപെടൽ ഈ ഒരു കാര്യത്തിൽ നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള മരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാട്ടാനയുടെ അല്ലെങ്കിൽ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി വനംവകുപ്പ് ഇതിൽ ഇടപെടണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആവശ്യം. കൃത്യമായി ഇടപെട്ട് ഈ ഒരു പ്രശ്നത്തിന് വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം എന്ന് തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ 2 പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇന്നലെ ഇതേ സ്ഥലത്ത് തന്നെയാണ്, അതായത് അതിരപ്പള്ളിയിൽ തന്നെയാണ് ഒരു യുവാവിൻ്റെ ജീവൻ കാട്ടാന എടുത്തത്. ആ ഒരു സംഭവത്തിന് ശേഷം അതിൻ്റെ ഒരു തൊട്ടടുത്ത ദിവസം തന്നെയാണ് 2 പേരുടെ ജീവൻ കാട്ടാനെടുക്കുന്നത്. ഇത് സ്ഥിരം ഒരു സംഭവമായി അല്ലെങ്കിൽ നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യമായി തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ ഈ ഒരു ജനവാസ മേഖലയിലൂടെ, അതായത് ഈ ഒരു വനം മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ നിരവധി ആളുകളുടെ ജീവൻ ഭീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തരമായി ഒരു പരിഹാരം തന്നെ ആവശ്യമാണ്. ഈ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇവരൊരു വനമേഖലയിൽ ഇവർ ഒരു ടെൻറ്റ് കെട്ടി അവിടെ നിൽക്കുകയായിരുന്നു. അതിലൊരു 4 അംഗ സംഘമായിരുന്നു, ഒരു കുടുംബമായിരുന്നു ഇവർ. അതിൽ നിന്നാണ് 2 പേർ കൊല്ലപ്പെടുകയും മറ്റു 2 പേർ രക്ഷപ്പെടുകയാണ് ചെയ്തത്. അവർ ഈ ഒരു 4 അംഗ സംഘം ചിതറി ഓടിയതിനു ശേഷം ഇതിൽ നിന്നാണ് 2 പേർ കൊല്ലപ്പെടുന്നത്. അതിൽ രക്ഷപ്പെട്ട 2 പേർ മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും നാട്ടുകാരെടുത്ത് വിവരം അറിയിക്കുകയും അതിനുശേഷം നടത്തിയ തിരച്ചിലുമാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തുന്നത്. ഒരാളുടെ മൃതദേഹം പുഴയിൽ നിന്ന്
നിന്നും മറ്റൊരാളുടെ മൃതദേഹം കരയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയും വളരെ വലിയൊരു ദാരുണമായൊരു സംഭവമാണ് ഇന്നിപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിനു മുൻപും നമ്മൾ ഒരുപാട് തവണ കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് വാർത്തകൾ കണ്ടതാണ്. എന്നാൽ ഒരു തരത്തിലും ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ ഒരു തരത്തിലും പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. എന്തായാലും നിലവിൽ വനംവകുപ്പ് മേധാവിയോട് വനം മന്ത്രി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാളിദാസ്. അമിഷ, അതിലൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ സംസ്ഥാനത്ത് പതിവാകുന്നത് പോലെ തന്നെ ആ ഒരു ആക്രമണത്തിന് ശേഷം വനം വകുപ്പിനോട് റിപ്പോർട്ട് തേടുന്ന നടപടിയും ഇപ്പോൾ പതിവായിരിക്കുകയാണ്. അതിനുശേഷം സാധാരണ നിലയിൽ സഹായധനം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിലും അത്തരം നടപടികളിലേക്കാണ് കടക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ടും അതിനെ തുടർന്ന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്ത് പിന്നെയുള്ള നടപടികളൊക്കെയാണ് ഒരു മെല്ലെപ്പോക്കിലേക്കൊക്കെ എത്തുന്നത്. ഇവിടെയും ഏറെക്കാലമായി ഇത്തരത്തിലുള്ള മെല്ലെപ്പോക്ക് നടപടികളാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും എന്നുകൂടിയാണ് റിജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ റിജേഷ് പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസത്തെ അപകടം ഫെൻസിങ് തകർന്നത് കൊണ്ടാണ് കാട്ടാന ആ മേഖലയിലേക്ക് എത്തിയതെന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വന്നതിന് ശേഷം കാര്യക്ഷമമായ നടപടികളൊന്നും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും കാളിദാസ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആക്രമണം ഉണ്ടാവുന്നു, അതിനുശേഷം ഒരു റിപ്പോർട്ട് തേടുന്നു, അതിനുശേഷം കുടുംബത്തിന് ധനസഹായം നൽകുന്നു എന്നുള്ളതെല്ലാം ഒരു സാധാരണ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫെൻസിങ് സൗകര്യം ഒരുക്കിയതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ എന്താണ്, അല്ലെങ്കിൽ അതിനുശേഷം എന്താണ് എന്നുള്ള ഒരു തരത്തിലും വനം വകുപ്പ് അത്തരത്തിലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഫെൻസിങ് സൗകര്യം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫെൻസിങ് അവിടെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിനുശേഷമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും വനംവകുപ്പ് ആ ഒരു കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പഞ്ചായത്തിന് ആവശ്യമുള്ള ഒരു പദ്ധതി പോലും പഞ്ചായത്ത് അവിടെ ആവശ്യപ്പെട്ടിട്ടും അതിലൊരു നടപടി എടുക്കാനായി വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ ഇതൊരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാളുടെ ജീവൻ എടുക്കുന്നു, ഒരു വന്യജീവി ഒരാളുടെ ജീവൻ എടുക്കുന്നു, അതിനുശേഷം ഇതിൽ റിപ്പോർട്ട് തേടുന്നു എന്നുള്ളതെല്ലാം ഇപ്പോൾ സാധാരണ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സാധാരണമായ സംഭവമായി ഒതുക്കി തീർക്കാതെ എന്തുകൊണ്ട് ഇത്തരത്തിൽ നടക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ കാട്ടാനകൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ ഒരു വിഷയം പഠിച്ച് എങ്ങനെയാണ് ഇത്തരത്തിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്ന് തന്നെയാണ് കൂടുതൽ ശ്രദ്ധ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നൽകി വേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇതുമായി ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് കാണാം. ഞങ്ങൾ രണ്ടാളും രണ്ട് പെണ്ണുങ്ങളും. എന്താ പറ്റിയത്? ആന വന്നിട്ടുണ്ടല്ലേ? ചേട്ടനുണ്ടായി അവിടെ? ഞാൻ ഇവിടെ ഉണ്ടായി. എന്നിട്ട് എന്താ പറ്റിയത്? വൈകുന്നേരമാണ് സംഭവം, 7 മണി ആയപ്പോഴാണ് സംഭവം. എന്നിട്ട് പിന്നെ ഞങ്ങൾ ആന വന്ന് ഞങ്ങൾ കണ്ടില്ല. രാത്രി തീ കത്തിച്ചിട്ട് പിന്നെ രാത്രി ചെറിയ മഴ ഉണ്ടായല്ലോ, അത് തീ കെട്ടുപോയി. പിന്നെ ഞങ്ങൾ ഞാനിതിൽ നീന്തി ഓടി അവിടെ ചെന്നു. അപ്പോഴത്തേക്കും കൊച്ച് ഇതിൽ നീന്തി അപ്പുറത്തേക്ക് ചെന്നു. അക്കരെ നിന്നിരുന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവർ രണ്ടാളും ഇവിടെ ഉണ്ടായി. എന്നിട്ട് ആന വന്നിട്ടുണ്ടെങ്കിൽ ഉപദ്രവിച്ചത്. വേറെ ആരൊക്കെയത് ആൾക്കാർ? ഒന്ന് സതീശൻ, ഈ കിടക്കുന്ന ആള് സതീശൻ, രമ്യയുടെ കെട്ടിവൻ. പെണ്ണ് ദേ അവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ പെണ്ണ് അവിടെ കിടക്കുന്നുണ്ട്. ആളുടെ പേര് അമ്പിക. ആളും മരിച്ചു. ആളും മരിച്ചു. അപകടം നേരിട്ട് കണ്ട ഒരു സാക്ഷിയാണ് അമിഷയുണ്ട് നമ്മളോടൊപ്പം. അമിഷ, ഈ ഒരു സാക്ഷി പറയുന്നതിൽ നിന്ന് ആ അപകടം അല്ലെങ്കിൽ ആ ഒരു മരണം എത്രത്തോളം ദാരുണമാണെന്നുള്ളത് ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നു.
തീർച്ചയായും കാളിദാസ് ആ ഒരു സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. അതായത് ആ ഒരു മരണം കണ്ട ഒരു ആളാണ്. ഇവരാണ് പിന്നീട് ജനങ്ങളെ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരെ ഈ ഒരു വിവരം അറിയിക്കുകയും തുടർന്ന് ഒരു പരിശോധന നടത്തുകയും ചെയ്തത്. ഈ പരിശോധനയിലാണ് ഇരുവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അംബികയുടെ മൃതദേഹമാണ് പുഴയിൽ നിന്ന് ലഭിച്ചത്. മറ്റൊരാളുടെ മൃതദേഹം കരയിൽ നിന്നുമാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു തിരച്ചിലാണ് ഇങ്ങനെ മൃതദേഹം ലഭിക്കുന്നതും പിന്നീടാണ് മറ്റുള്ളവരെ വിവരം അറിയിക്കുകയും പോലീസ് എല്ലാം അവിടെ എത്തി ഒരു മറ്റു നടപടിക്രമങ്ങളെല്ലാം സ്വീകരിക്കുന്നത്. എന്തായാലും ഈ ഒരു മറ്റുള്ളവരെ, അതായത് മറ്റുള്ള ആളുകളെ എല്ലാം തന്നെ അധികൃതർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഈ ഒരു കുടുംബം മാത്രമല്ല, മറ്റൊരു കുടുംബവും കൂടി ആ ഒരു സ്ഥലത്ത് ടെൻ്റ് അടിച്ചിരുന്നു. അവരെയാണ് വനം വകുപ്പ് അധികൃതർ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ സുരക്ഷിതരാണ്. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സതീഷ്, അംബിക എന്നിവർക്കാണ് ഈ ഒരു ആക്രമണത്തിൽ ജീവൻ 2 പേർക്കാണ് ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. കൂടുതൽ മരണം ഉണ്ടായേനെ, എന്നാൽ ചില ഭാഗ്യവശാൽ അത്തരത്തിലുള്ള അപകടങ്ങളിലേക്കൊന്നും എത്തിയില്ല എന്നുള്ളതും കൂടിയുണ്ട്. എന്നിരുന്നാലും ദാരുണമായ ഒരു അപകടം തന്നെ, ദാരുണമായ ഒരു മരണം തന്നെയാണ് ഈ 2 പേർ കൊല്ലപ്പെട്ടത്. ഇനി വേണ്ടത് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയാണ്. കാരണം എത്രയോ കൊല്ലമായി അവരുടെ രീതിയാണ്, അവരുടെ ജീവിത ശൈലിയാണ് ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോവുക എന്നുള്ളത്. എന്നാൽ അതിൽ നിന്നും ഇപ്പോൾ വനവിഭവം ശേഖരിക്കാൻ പോകുന്ന ആദിവാസികൾക്ക് നേരിടുന്ന വന്യജീവി ആക്രമണങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യത്തിൽ എത്തരത്തിലുള്ള നടപടികൾ ഇനി അങ്ങോട്ട് വേണമെന്നുള്ളത് ചിന്തിച്ച് തീരുമാനിക്കേണ്ടതാണ് വനം വകുപ്പ്. കാരണം അത്രത്തോളം വന്യജീവികളുടെ സാന്ദ്രത കൂടി എന്നുള്ളതാണ് ആ പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി അതിനൊരു സർവേ അടക്കം നടത്തി കൃത്യമായ നടപടികളും അതിനെ തടയാനുള്ള ഫെൻസിങ് സംവിധാനവും എല്ലാം പുനഃക്രമീകരിക്കണം എന്നുള്ളതും കൂടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്ത് തന്നെ മുന്നോട്ട് വെച്ച പദ്ധതികളിൽ പോലും പൂർണ്ണമായൊരു സജ്ജീകരണമോ ക്രമീകരണമോ ഒന്നും, അല്ലെങ്കിൽ പൂർണ്ണമായൊരു നിർദ്ദേശമോ ഒന്നും പിന്നീട് സർക്കാരിൻ്റെയോ വനം വകുപ്പിൻ്റെയോ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നുള്ള തരത്തിലുമൊക്കെയാണ് വിവരങ്ങൾ ലഭിക്കുന്നത്.